അനിൽ ജെസ്സി എന്ന പേരുള്ളൊരു ശുശ്രൂഷകനുണ്ട്. ഇങ്ങനൊരു പേര് നിങ്ങൾ വേറെ ഒരിടത്തും കേട്ടിട്ടുണ്ടാവില്ല. അനിൽ ജെസ്സി. സാധാരണ ചേച്ചിമാർ ഭർത്താക്കന്മാരുടെ പേരാണ് ഇടുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. ജെസ്സി എന്നുള്ളത് ഭാര്യയുടെ പേരാണ്. അനിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഭാര്യയുടെ പേര് ജെസ്സി. അനിൽ ജെസ്സി. അങ്ങനെ പേരിടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കൊണ്ടാണ് അദ്ദേഹം മാനസാന്തരപ്പെട്ടത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഭാര്യയോടുള്ള നന്ദി സൂചകമായിട്ട് പേര് മാറ്റി അനിൽ ജെസ്സി എന്നാക്കി. അപ്പോൾ ഈ സഹോദരൻ ഒരു ക്ഷയരോഗിയായിരുന്നു. മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് കഠിനമായ മദ്യപാനത്തിനടിമ, ക്ഷയരോഗി. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഓരോ മിനിറ്റിലും അനേക തവണ ചുമച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. വലിയ മദ്യപാനിയുമാണ്. അപ്പോൾ ഈ മദ്യലഹരിയിൽ ഒരു ദിവസം ഇങ്ങനെ കവലയിൽ നിൽക്കുമ്പോൾ ആരോ പറഞ്ഞു, സൂസേപ്പാക്യം പിതാവ്, തിരുവനന്തപുരം അതിരൂപതയുടെ, ലത്തീൻ അതിരൂപതയുടെ പിതാവ് നേരത്തെ പിതാവായിരുന്നു സൂസേപ്പാക്യം പിതാവ് പള്ളി വന്നിട്ടുണ്ട്, നീ പള്ളിക്കാരനല്ലേ, പോകുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ കുടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും പോയിട്ട് പള്ളിക്കകത്ത് കയറിയില്ല, പള്ളിയുടെ വെളിയിൽ ഇങ്ങനെ നിന്നു, മദ്യപിച്ചിട്ടുള്ളതുകൊണ്ട്. അങ്ങനെ നിന്നപ്പോഴാണ് സൂസേപ്പാക്യം പിതാവ് ദിവ്യകാരുണ്യവുമായിട്ട് പള്ളിയുടെ മുറ്റത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് ഈ മനുഷ്യൻ കണ്ടു. അപ്പോൾ പിതാവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ മദ്യപിച്ചിട്ടുള്ളത് കൊണ്ടൊരു ഇച്ഛാഭംഗവും ലജ്ജയും ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പിതാവ് നടന്നു പോയി കഴിഞ്ഞപ്പോൾ പിതാവ് നടന്ന വഴികൾ ഈ കടൽ തീരമാണ്, തീരപ്രദേശത്തെ പള്ളിയാണ്. അപ്പോൾ പള്ളിയുടെ മുറ്റത്തെല്ലാം മണലാണ്. അപ്പോൾ ആ പൂഴി മണലിലൂടെ പിതാവ് നടന്നു പോയ ആ വഴി ഇങ്ങനെ നോക്കി വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ മദ്യലഹരിയിലാണ്. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ സൂസേപ്പാക്യം പിതാവ് നടന്നുപോയ വഴിയാണ്, ഞാനതിലേ നടക്കുകയാണ്, എൻ്റെ ക്ഷയരോഗം മാറ്റണേ എന്ന് ഈ കുടിയൻ നല്ല മദ്യലഹരിയിലാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവ് നടന്ന വഴിയിലൂടെ നടന്നു. അദ്ദേഹം നേരിട്ട് പലരോടും പരസ്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണിത്. അന്ന് അവിടെ വെച്ച് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ക്ഷയരോഗം സമ്പൂർണ്ണമായി അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറി. അപ്പോൾ അതാണ് ഒരു അപ്പസ്തോലൻ നടന്ന വഴികളിലൂടെ നടന്നപ്പോൾ ഉണ്ടായ സൗഖ്യം. ഈ പാലക്കാട് പ്രദേശത്ത് നിന്ന് ഒരു കുഞ്ഞ് സോറിയാസിസ് രോഗബാധിതയായ കുഞ്ഞാണ്. ധ്യാനകേന്ദ്രത്തിൽ വരാറുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, അച്ഛാ എൻ്റെ കാലെല്ലാം പൊട്ടിയിരിക്കുകയാണ്, പ്രാർത്ഥിക്കണം. ഞാൻ ഒരുപാട് തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് കാര്യമായൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പിതാവ് അവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, പിതാവേ, ഒരു ആശീർവാദം കൊടുക്കാം. ഈ കുഞ്ഞിന് സോറിയാസിസ് രോഗമാണ്, പെൺകുട്ടിയാണ്, ഏതാണ്ട് കൗമാരക്കാരി പെൺകുട്ടിയാണ്. അപ്പോൾ പിതാവ് അവളെ വിളിച്ച് ഞങ്ങൾ ധ്യാനകേന്ദ്രത്തിൽ അച്ഛന്മാർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവിടെ ചെന്ന് അവിടെ പിതാവ് അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൾ വന്ന് അവിടെ മുട്ടുകുത്തിയപ്പോൾ അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പിതാവ് പറഞ്ഞു, മോളെ, ഞാൻ പറയുകയാണ്, ഇനി ഒരിക്കലും ഈ കാര്യത്തെ ഓർത്ത് നിനക്ക് കരയേണ്ടി വരത്തില്ല. ഇങ്ങനൊരു വാക്കേ പറഞ്ഞുള്ളൂ. നെറ്റിലൊരു കുരിശും വരച്ച് വിട്ടു. ധ്യാനകേന്ദ്രത്തിൽ പിന്നീട് ഒരു 2 മാസം കഴിഞ്ഞ് ഒരു ബന്ധക്കുസ്തായുടെ ധ്യാനത്തിനാണെന്ന് തോന്നുന്നു, ഈ മകൾ വന്നിട്ട് എല്ലാവരും കാണുക പറയുകയാണ്, അതോടുകൂടി അവരുടെ സോറിയാസിസ് പരിപൂർണമായി സൗഖ്യപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് എന്തെന്നറിയാം, നിങ്ങൾ ധ്യാനഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പ്രാർത്ഥിക്കാൻ പോകും. പക്ഷേ ഈ പിതാക്കന്മാരുടെ ആശീർവാദത്തിൻ്റെ വില കേരള സഭ ശരിക്കും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. അതായത് നമ്മൾ പിതാക്കന്മാരെ അഡ്മിഷൻ, ജോലി, അല്ലെങ്കിൽ അങ്ങനെ പരാതി, ഇത് പിതാക്കന്മാർ അപ്പസ്തോലന്മാരുടെ ആത്മീയ പിൻഗാമികളാണ്. അതായത് അപ്പസ്തോലന്മാർ ചെയ്തിരുന്നതെല്ലാം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പിതാക്കന്മാരെ നമ്മൾ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ ആശീർവാദം വാങ്ങണം, അവരുടെ പ്രാർത്ഥന വാങ്ങണം. നമ്മുടെ കുടുംബങ്ങളൊക്കെ നിലനിൽക്കുന്ന അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഈ ആശീർവാദം നമുക്ക് ദൈവം പരിശുദ്ധാത്മാവ് ഈ ധ്യാനത്തിൻ്റെ സമാപന ദിനം തന്ന ഒരു സമ്മാനമാണ്. അതോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പിതാവിനെ ഓർത്ത് ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. പിതാവിൻ്റെ ഈ വരവും ഞങ്ങളോട് നടത്തിയ ഈ സംഭാഷണവും ഞങ്ങൾക്ക് തന്ന ആശീർവാദവും ഞങ്ങളുടെ ജീവിതത്തിന് തരുന്ന അമൂല്യമായ നിധികൾ വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. അതോർത്ത് പിതാവിനും ദൈവത്തിനും ഞങ്ങൾ മഹത്വവും സ്തോത്രവും സമർപ്പിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും പിതാവിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. ഈ 3-ാമത്തെ രാത്രി കർത്താവ് ശക്തമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തരും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, മോശയോട് പറഞ്ഞു, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു, നീ ജനത്തെ വിശുദ്ധീകരിച്ചാൽ ഞാൻ 3-ാം ദിവസം ജനത്തിനിടയിലേക്ക് ഇറങ്ങി വരും. 3-ാം ദിവസം ജനത്തിനിടയിലേക്ക് ഇറങ്ങി വരും. കർത്താവ് പറയുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ
19-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള തിരുവചനം. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഒരു കനത്ത മേഘത്തിൽ നിൻ്റെ അടുക്കലേക്ക് ഞാൻ വരുന്നു. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു, നമ്മളെ വ്യത്യസ്തരാക്കുന്നത്, നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നത് മറ്റേതെങ്കിലും ഒരു കൂടിവരവിൽ നിന്ന് വിശ്വാസികളുടെ കൂട്ടായ്മകളെ അതിനെ വ്യത്യാസപ്പെടുത്തി അടയാളപ്പെടുത്തുന്നത് എന്താണ്? അവിടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ സാന്നിധ്യം, കർത്താവ് നമ്മുടെ ഇടയിൽ ഇറങ്ങി വരും എന്നുള്ളതാണ് വിശ്വാസികളുടെ കൂട്ടായ്മയുടെ വ്യത്യാസം. ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. കർത്താവ് നമുക്കിടയിലൂടെ സഞ്ചരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 23-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 23-ാമത്തെ അധ്യായത്തിൽ വചനം പറയുന്നുണ്ട്. 23-ാം അധ്യായം 14-ാമത്തെ വാക്യം എങ്ങനെയാണ്? നിന്നെ സംരക്ഷിക്കാനും നിൻ്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിൻ്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് ദൈവമക്കളുടെ വ്യത്യാസം. നിന്നെ സംരക്ഷിക്കാനും നിൻ്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിൻ്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇത് ദൈവമക്കൾ തിരിച്ചറിയണം. അതായത് നമുക്കിടയിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം നമുക്കിടയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിന്നെ സംരക്ഷിക്കാനും നിൻ്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിൻ്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. കർത്താവ് മൂവ് ചെയ്യുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം എങ്ങനെയാണ്? എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അതായത് കർത്താവ് നമ്മളോട് പറഞ്ഞു. അതായത് നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ തലേ ചിലപ്പോൾ അറിയാമായിരിക്കും, ഹൃദയത്തിൽ ബോധ്യമായിട്ടില്ല. നമ്മുടെ കൂടെ എപ്പോഴും കർത്താവുണ്ട്. സിറോ മലബാറുകാർ പാടുന്ന ഒരു പാട്ടാണ്. ഏതാണ്? നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം. അല്ലേ? എല്ലാവരും ലത്തീൻ കുർബാനയിൽ നമ്മളിങ്ങനെ അച്ഛൻ പറയുന്നതാണ്, കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങേ ആത്മാവോടും കൂടെ. അല്ലേ? മലങ്കര കുർബാനയിൽ അച്ഛൻ ഇങ്ങനെ ആശീർവാദം കൊടുക്കുന്നതാണ്, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. സമാധാനം എന്ന് പറഞ്ഞാൽ ഉത്ഥിതനായ യേശുവിൻ്റെ ജീവനുള്ള സാന്നിധ്യത്തിൻ്റെ പേരാണ് പുതിയ നിയമത്തിൽ സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ആശീർവാദം, കുർബാനയ്ക്കിടയിൽ ആശീർവാദ സമയത്തെല്ലാം എന്താ പറയുന്നത്? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും. അതായത് കർത്താവ് നമ്മുടെ കൂടെ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? കൊറിന്തോസുകാർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 9-ാം തിരുവചനം. 1 കൊറിന്തോസ് 1-ാം അധ്യായം 9-ാം തിരുവചനം വായിക്കാമോ? 1 കൊറിന്തോസ് 1:9. 1 Corinthians chapter 1 verse 9. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കേൾക്കുന്നുണ്ടോ? കർത്താവ് പറയാണ്, എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസം. സഹവാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂടെ വസിക്കുക എന്നുള്ളതാണ്. കർത്താവായ യേശുവിനോട് കൂടെ വസിക്കാൻ നിങ്ങളെ വിശ്വാസികളാക്കി മാറ്റിയ പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ എന്നാണ്. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചത് അവിടുത്തെ സഹവാസത്തിലേക്കാണ്. സഹവാസം, കർത്താവിനോട് കൂടെ വസിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. ഇങ്ങനെ കൂടെ വസിക്കാനാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ഈ പ്രവചനം കൊടുക്കുന്ന സമയത്ത് പറയുന്നത്, അതായത് അവൻ നമ്മുടെ കൂടെ ഇറങ്ങി വന്ന ദൈവമാണ്. കൂടെ ഇറങ്ങി വന്ന ദൈവം. മത്തായിയുടെ സുവിശേഷം
ഒന്നാം അധ്യായം 22-23. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹാ ഈ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവം നമ്മോട് കൂടെ. പറഞ്ഞേ ഹല്ലേലൂയ. മലങ്കരക്കാര് കുർബാനയിൽ പരിശുദ്ധ കുർബാന സ്വീകരണമൊക്കെ എത്തുന്നതിന് മുമ്പ് കുക്കുലിയോൻ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും ഒക്കെ ആ ഗീതകങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ചൊല്ലുന്നൊരു പ്രാർത്ഥന, അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. എന്താണ്? തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പിതാവായ ദൈവം. ഞാൻ പോവാ. മലങ്കര കാകേ മലങ്കരക്കാർ വന്നില്ലേ? ഓ, ഒന്നുമല്ല. മലങ്കരക്കാരാണെങ്കിൽ വല്ലതും ഉത്തരം പറഞ്ഞേനെ. ഇത് വന്നില്ലെന്ന് തോന്നുന്നു. ഇന്ന് വേറെ എവിടെയെങ്കിലും വല്ല കല്യാണമോ വല്ലതും കാണും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എന്താ പറയുന്നത്? തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ്. ഹലോ, നമ്മോട് കൂടെ, നമ്മോട് കൂടെ. തൻ്റെ വിലയേറിയ പീഡാനുഭവത്താൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായിരുന്നതും ഉണ്ടാകാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹ നമ്മോട് കൂടെ. കൂടെ തൻ്റെ പുത്രൻ്റെ സഹവാസത്തിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മോട് കൂടെ. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പറഞ്ഞു, യുവതി ഗർഭം ധരിച്ച്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം. അവൻ എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന് മത്തായി 1-ൽ പറഞ്ഞെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായം 28-ന്റെ അവസാന വാക്യം ഇങ്ങനെയാണ്: യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുമോ എന്നതാണ് നിങ്ങളുടെ തലവര തിരുത്തി എഴുതാൻ പോകുന്ന ആ യാഥാർത്ഥ്യം. ഇത് നിങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നമ്മുടെ കൂടെ ബലവാനാം കർത്താവ് എന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ദൈവജനം മറുപടി പറയേണ്ടത്. ഇത് വിശ്വസിക്കുന്നുവോ? എന്ത് വിശ്വസിക്കുന്നു? കർത്താവ് നമ്മുടെ കൂടെ. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഏത് വിശ്വാസവും നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കണം, അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹൃദയത്തിൽ വിശ്വസിക്കണം, അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. ഞാൻ നിങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു വഴി പറഞ്ഞുതരാം. അനുഗ്രഹത്തിൻ്റെ വഴി വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കാം. വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കാം. വെളിപാട് 12:11. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. 10 വായിച്ച്. സ്വർഗത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. 10 വായിച്ച്. 10. വലിയൊരു സ്വരം ഞാൻ കേട്ടു. എന്താണ് സ്വരം? ആഗതമായിരിക്കുന്നു. ഒന്നും ഞാൻ കേട്ടില്ല. എന്താണ്? എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. എന്നെ ശ്രദ്ധിക്കാവോ? സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം തടസ്സം നിൽക്കുന്നവൻ എന്നാണ്. സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം തടസ്സം നിൽക്കുന്നവൻ. ഇതാണ് പത്രോസ് അപ്പോസ്തലൻ യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട്, കർത്താവേ, നീ ജെറുസലേമിലേക്ക് പോയി മരിക്കാൻ പോവാണോ? നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ അത് തടസ്സം പറയാൻ തുടങ്ങി. ഉടനെ പത്രോസ് അപ്പോസ്തലനെ യേശു ഒരു പേര് വിളിച്ചു. എന്താണ്? യോനായുടെ പുത്രനായ ശിമയോനാണോ? സാത്താനെ എന്താ വിളിച്ചത്? അപ്പൊ സാത്താൻ എന്ന് പറഞ്ഞാൽ തടസ്സം നിൽക്കുന്നവൻ എന്നാണ്. എന്നാൽ സാത്താൻ്റെ സ്വഭാവം എന്തെന്നറിയാമോ? സാത്താൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദുഷിക്കുക എന്നുള്ളതാണ്. അക്യൂസർ എന്ന വാക്കാണ് പിശാചിൻ്റെ ഒരു പര്യായപദം. അക്യൂസർ എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റം പറയുന്നവൻ. അക്യൂസർ
കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, കുറ്റം അക്യൂസർ. അതാണ് പറയുന്നത്, നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും ദൈവസമക്ഷം രാപകൽ അവരെക്കുറിച്ച് എന്ത് പറയുകയും ചെയ്തവൻ, പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. കേൾക്കുന്നുണ്ടോ? സാത്താൻ്റെ സ്വഭാവം എന്താണ്? സഹോദരരെ ദുഷിക്കുക. രണ്ട് വാക്കാണ്. നിങ്ങൾ ചുമ്മാ ബൈബിളും നോക്കുന്നൊന്നുമില്ല, നിങ്ങൾ ചുമ്മാ മാനത്ത് നോക്കിയിരുന്ന് ഓരോന്ന് പറയുക. എന്താണ്? സഹോദരരെ ദുഷിക്കുക, ദൈവസമക്ഷം അവരെക്കുറിച്ച് പഴി പറയുക. അസാധാരണമായ തൊലിക്കെട്ടി വേണം. എന്തിനാണെന്നറിയാമോ? ഇത്രയും പറഞ്ഞിട്ടും ബൈബിള് കൊണ്ടുവരാതിരിക്കണമെങ്കിൽ അസാധാരണമായ, ഞങ്ങളുടെ തിരുവനന്തപുരത്ത് വല്ല ആണെങ്കിലല്ല, മനുഷ്യൻ തലേ മുണ്ടിട്ടിരുന്നേന് ബൈബിളില്ലായിരുന്നെങ്കിൽ. പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞിട്ടും ബൈബിള് കൊണ്ടുവരാതിരുന്നാൽ അത് അസാധാരണമായി സമ്മതിച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചു കോഴിക്കോടൻ അലുവ, കോഴിക്കോടൻ ബിരിയാണി, ഇതൊക്കെ ആണ് കോഴിക്കോടിൻ്റെ പ്രത്യേകത. ഇതൊക്കെയാണ്. അത് മാത്രമല്ല, ഭയങ്കര തൊലിക്കെട്ടിയാണ്. എന്നിട്ട് മാനത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇല്ലല്ലോ കൊണ്ടുവരാൻ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കേട്ടെ, നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം വരെ പഴി. അപ്പോൾ സാത്താൻ്റെ സ്വഭാവം പറഞ്ഞേ, ദുഷിക്കുക, പഴി പറയുക. യേശുവിൻ്റെ സ്വഭാവം ഇപ്പോൾ യേശു എന്ത് ചെയ്യുകയാണ്? ചേച്ചി, ഇപ്പോൾ യേശു എന്ത് ചെയ്യുക? ഇപ്പോൾ യേശു പൊറോട്ട തിന്നോണ്ടിരിക്കും. ഇപ്പോൾ യേശു എന്ത് ചെയ്യായിരിക്കും? നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആണോ? എന്താണ് യേശു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ, അതായത് 1-2 വചനങ്ങൾ പെട്ടെന്ന് വായിച്ചോ, വെറുതെ പറയേണ്ട ഒന്നും. ഹെബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം, ഹെബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വേഗം വായിക്കുക. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. ശ്രദ്ധിക്കുക, യേശു ശ്രദ്ധിക്കുക, പാപത്തിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഇരുന്നു. അതെവിടെ? മഹത്വത്തിൻ്റെ വലതുഭാഗത്ത്, പിതാവിൻ്റെ വലതുഭാഗത്ത്. അവിടെ ഇരുന്ന് യേശു എന്തു ചെയ്യുന്നു? പറ. ഐസ്ക്രീം നിന്നുകൊണ്ടിരിക്കുകയാണ്. പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് എല്ലാം കഴിഞ്ഞ്, എല്ലാ കഷ്ടപ്പാടും കഴിഞ്ഞ്, ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ആഹ്ലാദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സിപ്പപ്പ് നിന്നുകൊണ്ടിരിക്കുകയാണോ യേശു? അല്ല. എന്ത് ചെയ്യാണ് യേശു? പറയൂ. യേശു റോമാലേഖനം 8-ാം അധ്യായത്തിൽ യേശു എന്ത് ചെയ്യുകയാണെന്നുണ്ട്. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് യേശു എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി, മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനും. അപ്പോൾ യേശു ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? പറഞ്ഞേ ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. ഇടയ്ക്കൊരു കാര്യം കയറ്റി പറയാം. ഈ ലത്തീൻ കുർബാനയുടെ ഒരു പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് കർത്താവ് നിങ്ങളോട് കൂടെ. അപ്പോൾ ജനം എന്ത് പറയും? ലത്തീൻകാരില്ലേ? പറ. അങ്ങയോടും എന്നില്ല, അങ്ങേ ആത്മാവോടും കൂടെ. അങ്ങനെയാണ്. ഓക്കെ. ഇനി അടുത്തത് അച്ഛൻ പറയും, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. അപ്പോൾ അവർ പറയും, ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ ആണല്ലോ. മലങ്കര കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണമെന്ന് അച്ഛൻ പ്രാർത്ഥിക്കും. ഉടനെ ആളുകൾ എന്ത് മറുപടി പറയും? ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ. മലങ്കരക്കാർ എപ്പോഴും അങ്ങനെയാണ്. അവർ അച്ഛൻ പറയുന്നതിന് മുമ്പേ മേളിൽ ചെന്ന് കഴിഞ്ഞു. മനസ്സിലായി? അവർ അച്ഛൻ എന്താ പറഞ്ഞത്? എല്ലാവരും മേളിലോട്ട് വരാനാണ് പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയങ്ങളും വിചാരങ്ങളും എല്ലാം മേളിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ വന്നില്ലേ, ഞങ്ങൾ ഓൾറെഡി അവിടെ വന്നിരിക്കുന്നു എന്നാണ് മലങ്കരക്കാർ പറയുന്നത്. മലങ്കരക്കാരങ്ങനെയാണ്. എല്ലാം ആദ്യം അവരാണ് മേളിൽ ചെല്ലുന്നത്. 3 റീത്തിലും ആദ്യം മേളിൽ ചെല്ലുന്ന അവരാണ്. മനസ്സിലായി? അങ്ങനെ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇനി സിറ മലബാർ കുർബാനയിൽ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാർ, ഇതെല്ലാ കുർബാനയിലും ഉണ്ട്. മനസ്സിലായില്ലേ?
നമ്മൾ വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഒരു പരുവത്തിനാണ് പള്ളിയിൽ ചെന്നത്. അങ്ങനെ പള്ളിയിൽ ചെന്ന് ഒന്ന് ശ്വാസം എടുക്കുമ്പോഴത്തേന് അച്ഛൻ പറയാണ് എല്ലാവരും മേളിലോട്ട് വരാൻ. മനസ്സിലായില്ലേ? നമുക്ക് ഇവിടം വരെ എത്തിയ പാട് നമുക്കറിയാം. പിള്ളേരെ എല്ലാം ഒതുക്കി, വീടെല്ലാം ഒതുക്കി, പശുവിനെ എല്ലാം കറന്ന് എല്ലാം ഇട്ട് ഇവിടെ എത്തിയ പാട്. അന്നേരം അച്ഛൻ പറയാണ് എല്ലാവരും കൂടെ എങ്ങോട്ട് വരാൻ? മേളിലോട്ട് വരാൻ. അപ്പോൾ അമ്മച്ചി ചിന്തിക്കുകയാണ് ഇവിടെ നിന്നാൽ പോരെ, ഇപ്പം വെള്ളി പോകേണ്ട കാര്യം എന്താണ്? ഉയരങ്ങളിലേക്ക് ഉയരട്ടെ, അല്ലെ നിങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ഇതൊക്കെ എന്തിനാണ്? നാം എല്ലാവരും ഇപ്പം മേളിലോട്ട് പോവാ, എന്തിനാണ്? ഇവിടെ നിന്നാൽ പോരെ. എന്തിനാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണിത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നാം എല്ലാവരുടെയും ബോധങ്ങളും അത് കഴിഞ്ഞ് പിന്നെ മാലാഖമാരുടെ സ്തുതിപ്പ്. അതായത് പരിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗം അനാഫറ എത്തുമ്പോഴേക്കും ദൈവജനത്തെ പുരോഹിതൻ വിളിക്കുകയാണ്, എല്ലാവരും കൂടെ നമുക്ക് ഒരുമിച്ച് എങ്ങോട്ട് പോവാം? സ്വർഗത്തിലേക്ക് പോവാം. സ്വർഗത്തിലാണ് ഈ ആരാധന നടക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഓരോ പരിശുദ്ധ കുർബാനയും നമ്മുടെ കൺമുമ്പിൽ അർപ്പിക്കപ്പെടുന്നത് പള്ളിക്കകത്താണെങ്കിലും നമ്മൾ കാണാത്ത ഒരു തലത്തിൽ, ഒരു അദൃശ്യ ലോകത്ത്, കർത്താവിൻ്റെ ആത്മാവിൻ്റെ സന്നിധിയിൽ, യേശുവിൻ്റെ കൊല്ലപ്പെട്ട കുഞ്ഞാടിൻ്റെ മുമ്പിൽ, പിതാവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ, സ്വർഗത്തിലാണ് ഈ കുർബാന ആരാധന നടക്കുന്നത്. നന്നായി ശ്രദ്ധിച്ചിരിക്കണം. കാൽവരി കുരിശിൽ യേശു അർപ്പിച്ച അവിടുത്തെ കുരിശ് മരണമാകുന്ന ബലി, രക്തം ചിന്തി നമുക്കിനി ആവർത്തിക്കാൻ പറ്റില്ല, ആവർത്തിക്കാൻ പാടില്ലെന്ന് ഹെബ്രായ ലേഖനത്തിലുണ്ട്. എന്നേക്കുമായുള്ള ഏക ബലിയാണത്. അതിനെ ആർക്കും ആവർത്തിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് യേശു മിശിഹ കുരിശിൽ രക്തം ചിന്തി അർപ്പിച്ച ആ രക്തബലി, ആ രക്തം ചിന്തിയ ബലി, അതേ മോഡിൽ അതുപോലെ ഇനി ആർക്കെങ്കിലും ആവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ്. ഞാൻ ഗ്രീക്കുകാരുടെ ചരിത്രം വായിച്ചപ്പോൾ ചില ഗ്രീക്ക് സഭകളിൽ ദുഃഖവെള്ളിയാഴ്ചകളിൽ ഒരു മനുഷ്യനെ അവർ യഥാർത്ഥത്തിൽ കുരിശിത്തറയ്ക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് യഥാർത്ഥത്തിൽ കുരിശിത്തറയ്ക്കും. അപ്പം അങ്ങനെ കുരിശിത്തറയ്ക്കാൻ വേണ്ടി ഓരോ വർഷവും ഒരു ചെറുപ്പക്കാരനെ അവർ തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുക വലിയ ഭാഗ്യമായിട്ടാണ് അവർ കാണുന്നത്. ആ ചെറുപ്പക്കാരൻ നോമ്പെല്ലാം എടുത്ത് ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ ചെറുപ്പക്കാരനെ അവർ ദുഃഖവെള്ളിയാഴ്ച യഥാർത്ഥത്തിൽ കുരിശിത്തറയ്ക്കും, യേശു കുരിശിത്തറയ്ക്കപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. പിന്നെ ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് ശരിക്കും ആണിയടിച്ച് കേട്ടോ. പിന്നെ ആ മനുഷ്യൻ അങ്ങനെ ആ ദുഃഖവെള്ളിയാഴ്ച കുരിശിത്തറയ്ക്കപ്പെട്ട ആള് ആ സമൂഹത്തിൽ, ആ സഭയിലെ വളരെ ബഹുമാന്യനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഗ്രീക്കുകാരുടെ ചില സഭകളിൽ ഇങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. യൂട്യൂബിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, കാണാൻ പറ്റും. ശരിക്കും കുരിശിത്തറയ്ക്കും. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു മനുഷ്യൻ ഇനി ഇതുപോലെ കാൽവരി മലയിൽ തന്നെ പോയി ഒരു കുരിശൊക്കെ നാട്ടി കുറേ പേരെ സംഘടിപ്പിച്ച് അങ്ങനെ കുരിശ് തറച്ചാൽ പോലും യേശുവിൻ്റെ ബലി ആവർത്തിക്കപ്പെടില്ല. എന്താ കാര്യം? യേശു ദൈവവും മനുഷ്യനുമാണ്. ദൈവവും മനുഷ്യനുമായ യേശുവിൻ്റെ ബലി, യേശു കുരിശിൽ രക്തം ചിന്തി അർപ്പിച്ച ആ ബലി ലോകത്തൊരു മനുഷ്യനും ആവർത്തിക്കാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. എന്നാൽ യേശു നമ്മളോട് പറഞ്ഞു, കർത്താവ് നമ്മളോട് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് പറഞ്ഞു, സെഗിയോൻ മാളികയിൽ വെച്ച് അപ്പവും വീഞ്ഞും എടുത്ത് അതെടുത്ത് ഉയർത്തി ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം. കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ യൂട്യൂബിൽ ഇത് വളരെ വിശദമായിട്ട് വിശദീകരിച്ച വീഡിയോകൾ കിടപ്പുണ്ട്. ഈ സെഗിയോൻ മാളിക വളരെ ശ്രദ്ധിച്ചിരിക്കുക. സെഗിയോൻ മാളികയിൽ യേശു അർപ്പിച്ച അപ്പവും വീഞ്ഞും കാഴ്ചവെച്ചർപ്പിച്ച ബലിയും ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ അർപ്പിച്ച ബലിയും ഒരു സംഭവമായിരുന്നു. ഒരു സംഭവം, അത് ഒരു ദിവസം നടന്ന ഒരു സംഭവമാണ്. ഇത് രണ്ട് സംഭവമല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ മരിച്ച ആ രക്തം ചിന്തിയുള്ള ആ കുരിശുമരണം മാത്രം ശരിക്കും മതിയായിരുന്നു യേശുവിന്. പക്ഷെ യേശു അതിന് തൊട്ട് മുമ്പ് സെഗിയോൻ മാളികയിൽ വെച്ച് ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി, പെട്ടെന്ന് വേവലാതിപ്പെട്ട് വെപ്രാളപ്പെട്ട് വ്യഗ്രതപ്പെട്ട് അവരെ വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിൽ വെച്ച് ഹൃദയവേദനയോടെ അപ്പവും വീഞ്ഞും സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്, ഒഴുക്കപ്പെടുന്ന എൻ്റെ രക്തമാണ്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഈശോ കുരിശിലേക്ക് പോകുന്നു. കുരിശ് മരി രണ്ടും ഒരു സംഭവമാണ്. അതെനിക്ക് വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. അത് ഞാൻ ഒത്തിരി വിശദീകരിച്ച് മണിക്കൂറുകളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഒരു ദിവസം നടന്ന ഒരു സംഭവമാണ്. ശ്രദ്ധിച്ചിരിക്കുക.
അപ്പോൾ ചോദിക്കണം നമ്മൾ, എന്തിനാണ് കർത്താവ് അങ്ങനെ കുരിശിൽ മരിച്ചതിൻ്റെ തലേന്ന് ശിഷ്യന്മാരെ വളരെ തന്ത്രപൂർവമാണ് അവരെ വിളിച്ചു കൂട്ടുന്നത്? കാരണം ഈ സെഹിയോൻ മാളികയിൽ വെച്ച് യേശു ഈ പെസഹാ ബലി അർപ്പിക്കുന്നതിന് മുമ്പ്, അപ്പവും വീഞ്ഞും എടുത്ത് ആശീർവദിച്ച് കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെടരുതെന്ന് യേശുവിന് വലിയ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എവിടെയാണ് ഭക്ഷണം ഒരുക്കുന്നതെന്ന് യൂദാസ് അറിയാതിരിക്കാൻ യേശു പ്രത്യേകം ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് കോഡ് ഭാഷയിൽ സംസാരിച്ചത്. എന്താണ്? നിങ്ങൾ അവിടെ പോകുമ്പോൾ കുടവും ചുമന്നുകൊണ്ട് ഒരുത്തം വരും, അവൻ്റെ പുറകെ പോകണം, അവർ വീട്ടിൽ കയറും, അതിൻ്റെ പുറകെ പോകണം. അപ്പോൾ എവിടാണെന്ന് ചോദിക്കണം. കണ്ടോ, പത്രോസിനോടും യോഹന്നാനോടും ഈ വീട് ഏതാന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്താണെന്നറിയോ? യൂദാസ് ഇത് അറിയാൻ പാടില്ല. അറിയുകയാണെങ്കിൽ യൂദാസ് ഇവിടെ വെച്ച് ഒറ്റിക്കൊടുക്കും, ഇവിടെ വെച്ച് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ ബലി നടക്കാതെ പോകും. അപ്പോൾ യേശുവിന് ഈ പെസഹാ മാളികയിൽ നടന്ന, അപ്പർ റൂമിൽ നടന്ന, സെഹിയോൻ മാളികയിൽ നടന്ന ആ അപ്പവും വീഞ്ഞും കാഴ്ചവെച്ച ബലി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്തിനാണ് യേശു അങ്ങനെ അർപ്പിച്ചതെന്ന് ചോദിച്ചാൽ വളരെ ശ്രദ്ധിച്ചിരിക്കുക. അത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ അർപ്പിക്കേണ്ട ആരാധന, പിതാവിന് അർപ്പിക്കേണ്ട ആരാധന ലോകത്തിലെ ഏറ്റവും കളങ്കമില്ലാത്തതും മാലിന്യമില്ലാത്തതുമായ ആരാധനയാവണമെന്ന് യേശു ആഗ്രഹിച്ചു. ഈ ഭൂമിയിൽ മനുഷ്യൻ അർപ്പിക്കുന്ന ഏത് ബലിക്കും അപൂർണതകളുണ്ട്. അപൂർണത മനുഷ്യനാണ്, പാപിയാണ്. ആ പാപി അർപ്പിക്കുന്ന ബലിക്ക് പാപത്തിൻ്റെ അപൂർണതകളുണ്ട്. എന്നാൽ പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, മാലിന്യമില്ലാത്ത ദൈവപുത്രനായ യേശു തൻ്റെ പിതാവിന് തന്നെ സമർപ്പിച്ച ആ ബലിയാണ് ഈ ഭൂമിയിൽ, ലോകത്ത് മനുഷ്യൻ ദൈവത്തിന് അർപ്പിച്ച ഏറ്റവും വലിയ ആരാധന, ഏറ്റവും ബെസ്റ്റ് ആരാധന, ഏറ്റവും സബ്ലൈമായ ആരാധന. ആ ആരാധന തന്നെ നമ്മൾ അർപ്പിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ ഈ അർപ്പിച്ച ആരാധന നിങ്ങളും ഇതേ ആരാധന, അമൂല്യമായ, വിലമതിക്കാനാവാത്ത, ലോകത്തിന് വിലയിടാൻ പറ്റാത്ത, ലോകത്ത് തലകുത്തി മറിഞ്ഞാലും വേറൊരു മനുഷ്യനും അർപ്പിക്കാൻ പറ്റാത്ത ഈ വിലമതിക്കാനാവാത്ത അമൂല്യമായ ഈ ബലി നിങ്ങൾ അർപ്പിക്കണം. പക്ഷെ നിങ്ങൾക്ക് കുരിശേ കയറി എൻ്റെ കൂട്ട് രക്തം ചിന്തി ഈ ബലി അർപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അർപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക്, ഞാൻ സാക്രമെൻ്റലായി, കൂദാശാപരമായി, കൗദാശികമായി ഈ ബലി അർപ്പിക്കാൻ ഒരു വഴി സ്ഥാപിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ കുരിശേ കയറി ഞാൻ അർപ്പിച്ച പോലെ രക്തം ചിന്തി ഈ ബലി അർപ്പിച്ച് പിതാവിന് ബലി അർപ്പിക്കാൻ പറ്റില്ല. ഞാനതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്? നിങ്ങൾക്ക് ഈ ബലി, ഇത്രയും വിലപ്പെട്ട ഈ ബലി, ഇത്രയും അമൂല്യമായ ഈ ബലി നിങ്ങൾക്ക് പിതാവിന് അർപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ ഞാൻ കൗദാശികമാക്കുകയാണ്, സാക്രമെൻ്റലാക്കുകയാണ്. അതാണ് അപ്പവും വീഞ്ഞും എടുത്ത് യേശു പറയുന്നത്, ഈ അപ്പം എൻ്റെ ശരീരം, ഈ വീഞ്ഞ് എൻ്റെ രക്തം. എന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് നാളത്തേത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നാളത്തെ ബലിക്ക് തുല്യമായ അതേ ബലി തന്നെയായ ഈ കൂദാശാ ബലി നിങ്ങൾക്ക് ആവർത്തിക്കാൻ പറ്റും. അത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ആ ബലി ഇപ്പോൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ബലി, അപ്പസ്തോലിക സഭകളോട് ആരെങ്കിലും ചോദിക്കാണ്ട് നിങ്ങൾ എന്തിനാണ് യേശുക്രിസ്തു കുരിശിലർപ്പിച്ച ബലി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറഞ്ഞു? നിങ്ങൾ ഇത് ചെയ്യണം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു, ചെയ്യുന്നു. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ പള്ളി വന്ന് ഈ കൗദാശിക ബലി അർപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഈ കൗദാശിക ബലി അർപ്പിക്കുമ്പോൾ ഈ ബലി യഥാർത്ഥത്തിൽ അർപ്പിക്കുന്നത് ആരാണ്? യേശു തന്നെയാണ്. യേശു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാന്ന് പറഞ്ഞാൽ ഈ ബലി സ്വർഗത്തിൽ നിത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ശ്രദ്ധിച്ചിരിക്കുക. ഈ ബലി സ്വർഗത്തിൽ നിത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവത്തിന് സമയമില്ല. സമയത്തിനപ്പുറത്ത് നിൽക്കുന്ന ദൈവം ഈ കാൽവരിയിൽ കുരിശിലർപ്പിച്ച ആ ബലിയർപ്പിച്ച പുരോഹിതനായ യേശു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് ആ പിതാവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് ഭൂമിയിൽ വെച്ച് അർപ്പിച്ച അതേ ബലി എടുത്ത് കാഴ്ചവെച്ചുകൊണ്ട് പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇത് ബൈബിളിൽ തെളിവുണ്ടോ? അങ്ങനെ നിൽക്കുന്നുണ്ടോ? ഉണ്ട്. വെളിപാട് പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്,
അപ്പസ്തോലനായ യോഹന്നാൻ ഒരു കാഴ്ച കാണുകയാണ്, സ്വർഗത്തിലെ ഒരു കാഴ്ച. വെളിപാട് പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായം, വെളിപാട് പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായം, 4-5 പിന്നീട് സമയം കിട്ടുമ്പോൾ വായിക്കണം. സ്വർഗീയ ആരാധനയുടെ വചനങ്ങളാണ് വെളിപാട് 4-5, സ്വർഗീയ ആരാധന. അപ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ പെട്ടെന്ന് വായിക്കണം, വേഗം, നേരമില്ല, വേഗം വായിക്കണം. സിംഹാസനസ്ഥൻ്റെ വലത് കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും ശബ്ദമുദ്രകൾ പതിച്ചതുമായൊരു പുസ്തകച്ചുരുൾ ഞാൻ കണ്ടു. ശക്തനായൊരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്താനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായ ആരെയും കാണാത്തതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും ശബ്ദമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ ഉറക്കെ വായിക്ക്, അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും നടുവിൽ എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിൽ, ആ സിംഹാസനത്തിൽ 4-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണ്? പിതാവായ ദൈവമാണ്. സപ്താത്മാക്കൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. വെളിപാട് പുസ്തകത്തിൽ 7 ആത്മാക്കൾ എന്ന് പറയുന്നത് ആരെയാണ്? പരിശുദ്ധാത്മാവിനെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ സിംഹാസനസ്ഥൻ പിതാവാണ്, സപ്താത്മാക്കൾ പരിശുദ്ധാത്മാവാണ്. അപ്പോ ആ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? എന്താണ് ഈ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട്? അത് യേശു തൻ്റെ ബലി എടുത്ത് സമർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ അടയാളമാണ്. പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ വായിച്ചില്ലേ? അതാണ് ഈ കൊല്ലപ്പെട്ടതായി തോന്നുന്ന കുഞ്ഞാട് നിൽക്കുന്നതായി കണ്ടു. പിതാവിൻ്റെ മുമ്പിൽ തൻ്റെ മുറിവുകളുമായി, തൻ്റെ ശരീരത്തിൽ ഏറ്റ മുറിവുകളുമായി പുത്രൻ, ആ കുഞ്ഞാട് തൻ്റെ മുറിവുകളുമായി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ തൻ്റെ ബലിയുമായി നിൽക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ സ്വർഗത്തിൽ നിത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബലി, ആ ബലിയിലാണ് ഭൂമിയിലുള്ള നമ്മൾ പങ്കുചേരാൻ സഭ നമ്മളെ വിളിക്കുന്നത്. ഉയരങ്ങളിലേക്കുയരട്ടെ. മനസ്സിലായോ? അവിടെ ആ ബലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ മുറിപ്പെട്ട കുഞ്ഞാട്, അവിടെ ഈ മുറിവേറ്റ യേശു ക്രിസ്തു തൻ്റെ ബലി പിതാവിന് അർപ്പിച്ചുകൊണ്ട് നിത്യമായി ബലി അർപ്പിക്കാന്ന് പറഞ്ഞാൽ കുരിശിൽ അർപ്പിച്ചവരല്ല, ആ ബലിയുടെ യോഗ്യതകളെടുത്ത് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നതാണ് നമ്മൾ ഈ ഭൂമിയിൽ അർപ്പിക്കുന്ന കുർബാന. അപ്പോൾ ഒരു കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലാണ് പങ്കുചേരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ട് അപ്പോൾ അച്ഛൻ വിളിക്കുകയാണ്, എല്ലാവരും മേളിലോട്ട് വരാൻ പറയുകയാണ്. എന്താണ്? അവിടെ പിതാവിൻ്റെ മുമ്പിൽ ഈ കുഞ്ഞാട് തൻ്റെ ബലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മധ്യസ്ഥം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. മധ്യസ്ഥം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തോണീസിനോട് പ്രാർത്ഥിക്കുന്ന പോലെ അല്ല ഇത്. മനസ്സിലായോ? ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, അതല്ല ഇത്. ആ മധ്യസ്ഥ പ്രാർത്ഥനയല്ല ഇത്. മറിച്ച് മധ്യസ്ഥം പറയുക എന്ന് പറഞ്ഞാൽ ഓരോ നശിച്ചു പോകുന്ന ആത്മാവിന് വേണ്ടിയും യേശു തൻ്റെ പീഡാനുഭവങ്ങൾ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു കുർബാനയെ സംബന്ധിക്കുമ്പോൾ യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ്. ഇതിനാണ് സഭ നമ്മളെ വിളിക്കുന്നത്. എല്ലാവരും ഹൃദയങ്ങൾ ഉയർത്തുവിൻ, ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. അത് ഉചിതവും ന്യായവുമാണ്. ശ്രദ്ധിച്ചിരുന്നേ. അപ്പം അങ്ങനെ പിതാവിന് ഈ ബലി സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ആ ബലിയിൽ പോയി സംബന്ധിക്കുകയാണ്. അവിടെ നമ്മൾ യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഇങ്ങനെ നിങ്ങൾ കുർബാനയിൽ സംബന്ധിച്ചിട്ട് എന്നോട് ചേർന്ന് നിങ്ങൾ പിതാവിനെ ആരാധിച്ചിട്ട് നിങ്ങൾ ആ ബലിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യോഹന്നാൻ 6 ഈശോ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ എന്നിലും ഞാൻ അവരിലും വസിക്കും. അവർ എന്നിലും ഞാൻ അവരിലും വസിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഈ ഇടത്തെ കൈ എടുത്തേ.
ഇടത്തേക്കൈ കൊണ്ടുവന്നവരെല്ലാം എടുത്തേ, വലത്തേക്കൈ എടുത്തേ. ഇങ്ങനെ 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 ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ, ഷേപ്പൊന്നും മാറിപ്പോവില്ലേ. ഇങ്ങനെ താഴോട്ട് വന്നേ, ഇടത്തേക്കൈക്ക് അകത്തേക്ക് വലത്തേക്കൈ വെച്ചേ. ഇപ്പോൾ നിങ്ങളുടെ വലത്തേക്കൈ എവിടാണ്? ഇടത്തേക്കൈയുടെ അകത്ത്. ഇടത്തേക്കൈ എവിടാണ്? വലത്തേക്കൈയുടെ അകത്ത്. ഇപ്പോൾ ഇടത്തേക്കൈ വലത്തേക്കൈയിലും വലത്തേക്കൈ ഇടത്തേക്കൈയിലും. മനസ്സിലായോ? ഇതാണ് യേശു. നമ്മളിത്, യേശു ഇത്. യേശു നമ്മളിലും നമ്മൾ യേശുവിലും. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസത്തെ തിരിച്ചറിയേണ്ടത്, ഞാൻ മാമോദീസായിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും യേശുവിലും യേശു എന്നിലും. യേശു എൻ്റെ കൂടെ, എൻ്റെ കൂടെ യേശു, ഞാൻ യേശുവിൻ്റെ കൂടെ. ഈ മിസ്റ്റിക്കൽ റിയാലിറ്റി, ഈ മൗതികമായ യാഥാർത്ഥ്യം, ഈ രഹസ്യാത്മകമായ യാഥാർത്ഥ്യം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ബോധ്യമായിട്ട് മാറണം. എൻ്റെ ഉള്ളിൽ യേശു ഉണ്ട്, ഞാൻ യേശുവിൻ്റെ ഉള്ളിലാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ യേശുവിൻ്റെ ഉള്ളിലാണ്, എൻ്റെ ഉള്ളിൽ യേശുവുണ്ട്, എൻ്റെ കൂടെ കർത്താവുണ്ട്. അതാണ് പറയുന്നത്, നമ്മുടെ കൂടെ ബലവാനാം കർത്താവ് എന്ന്. കർത്താവ് നമ്മുടെ കൂടെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ദൈവം. അപ്പോൾ ഇനി വെളിപാടിൽ 20-ാം അധ്യായം എടുക്കുക. വെളിപാട് പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായം. വെളിപാട് 20-ൽ നമ്മൾ വായിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൽ വായിക്കുകയാണ്. വായിച്ചോ. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഓക്കെ. 21 വായിക്കേ. ഇനി മാറിപ്പോയതാണ്. 21 വായിച്ചേ. 21. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഉറക്കെ വായിച്ചേ. സിംഹാസനത്തിൽ നിന്ന് വലിയ ഒരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. കണ്ടോ? ഇതാ ദൈവത്തിൻ്റെ, ഇത് ഈ ബലി അർപ്പിക്കുന്ന ദൈവജനത്തെക്കുറിച്ച് പറയുന്നതാണിത്. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. കണ്ടോ? നിങ്ങളിതൊക്കെ നിങ്ങൾ മനസ്സിൽ ഇതിൻ്റെ ഗ്രാവിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ വായിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും. അടുത്ത വാക്യം, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയ മക്കളെ, അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നമ്മുടെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, വെളിപാട് 12 നമ്മൾ അവിടുന്നാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് തെന്നിപ്പോയത്. വെളിപാട് 12:11 അക്യൂസറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മധ്യസ്ഥൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ മാറിപ്പോയത്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു വരാം. വെളിപാട് 12:11 പറയുകയാണ്. എന്താണ് പറയുന്നത്? അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും സാത്താൻ്റെ മേൽ വിജയം നേടി. അപ്പോൾ നിങ്ങൾ പറയണം കുഞ്ഞാടിൻ്റെ രക്തം, നിങ്ങൾ പറയണം സാക്ഷ്യത്തിൻ്റെ വചനം. അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ്. അവർ സാത്താൻ്റെ മേൽ വിജയം നേടി. എങ്ങനെ? നിങ്ങൾ തോറ്റുപോയി, ഇവർ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ പറയണം കുഞ്ഞാടിൻ്റെ രക്തം, നിങ്ങൾ പറയുന്നു സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം. ഓക്കെ, അവർ സാത്താൻ്റെ മേൽ വിജയം നേടി. എങ്ങനെ? നിങ്ങൾക്ക് തന്നെ ഓരോ ഉള്ളോ? സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം. അതൊന്ന് ഉറക്കെ പറയാനേ പറഞ്ഞുള്ളൂ, വേറെ പൈസ എന്തരാൻ പറഞ്ഞില്ലല്ലോ. ഇതൊന്നും ഉറക്കെ പറയാനല്ലേ പറഞ്ഞുള്ളൂ. പറഞ്ഞേ, കുഞ്ഞാടിൻ്റെ രക്തം, സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം. അത് പറ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞേ. അപ്പൊ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് അവർ സാത്താൻ്റെ മേൽ വിജയം നേടുന്നത്. എന്നെ ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് സാത്താൻ്റെ മേൽ വിജയം നേടാൻ പറ്റുന്നത്. ഇങ്ങോട്ട് നോക്കിയേ, ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന ആരാ? പറ. സാത്താൻ. ഞാൻ ആഫ്രിക്കയിലെ റുവാണ്ടയിൽ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛന്മാർ, വിൻസെൻഷൻ അച്ഛന്മാർ അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ,
കള്ളന്മാർ കയറിയിട്ട് ഒരച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ശ്വാസകോശത്തിൻ്റെ 30% വർക്ക് ചെയ്യുന്നുള്ളൂ, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 30%. കാരണം എന്നറിയോ, കള്ളന്മാർ കയറി നെഞ്ചത്ത് കയറി ഇന്ന് ചവിട്ടിയതാണ് അച്ഛനെ. പാവം, നിങ്ങൾ ചിരിക്കുക. അച്ഛനെ കയറി ചവിട്ടി, അച്ഛന് ശ്വാസം എടുക്കാൻ വയ്യ, നിങ്ങൾ ചിരിക്കുക. നിങ്ങൾ ചിരിച്ചോ കേട്ടോ, അച്ഛന് ശ്വാസം എടുക്കാൻ വയ്യ. കള്ളന്മാർ കയറിയിട്ട് അച്ഛനെ നെഞ്ചത്ത് കയറി ചവിട്ടിയെന്ന്. എന്നിട്ട് ഒരച്ഛൻ എന്ത് ചെയ്യാമോ, കള്ളന്മാർ പൈസയ്ക്ക് വേണ്ടി അങ്ങനെ അവിടെ ആ സ്ഥലത്തൊക്കെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഉണ്ട് ഇത്, കെനിയയിലും ഒക്കെ അങ്ങനെ അച്ഛന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കള്ളന്മാർ കയറിയിട്ട് അച്ഛനെ ഇങ്ങനെ തോക്ക് ചൂണ്ടിയിട്ട് കാശ് ചോദിക്കും. അപ്പോൾ എല്ലാവരെയും അടിക്കുകയാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ പൈസ എടുത്തു തരാം, വേറെ ആരെയും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് പണം എടുത്ത് അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന പണം എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ എല്ലാം കൊണ്ടുവന്നിട്ട് ഇവരിങ്ങനെ ഒരു പള്ളിക്കകത്തോട്ട് കയറ്റി. അങ്ങനെ പള്ളിക്കകത്ത് കയറി ഇവരിങ്ങനെ അച്ഛനിങ്ങനെ ബലിപീഠത്തിൻ്റെ പുറകിൽ ഇങ്ങനെ പമ്മി ഇരുന്നു. അവർ ഇറങ്ങിയപ്പോൾ അപ്പോൾ ഇവർ പല ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. അതിൽ ഒരു ഗ്രൂപ്പാണ് വന്ന് കാശൊക്കെ വാങ്ങിച്ച്, ഇനി മറ്റേ ഗ്രൂപ്പുണ്ടല്ലോ, ഇവരുടെ കൂടെ തന്നെ വേറെ കുറേ ആളുകളുണ്ട്, അവർ വന്നിട്ട് വീണ്ടും വന്നിട്ട് കാശ് ചോദിക്കുകയാണ്. ഇപ്പം ഇനി കൊടുക്കാൻ കാശില്ല. അപ്പോൾ ആ സമയത്ത് വലിയൊരു പിക്കാക്സ് എടുത്തിട്ട് വെട്ടി. അപ്പോൾ അച്ഛൻ ഒഴിഞ്ഞു മാറിയപ്പോൾ ആ ബലിപീഠത്തിനിട്ട് വിട്ടുകൊണ്ടു. എന്നിട്ട് അച്ഛൻ്റെ നെഞ്ചത്ത് കയറി ചവിട്ടി. അങ്ങനെയാണ് അച്ഛനെ പലതവണ അച്ഛനെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞ അച്ഛനെ പറയാമെന്ന് എന്തെന്നറിയോ, അങ്ങനെ ഈ അച്ഛന്മാർ അങ്ങനെ പലതവണയായിട്ട് ഇവനെ ഉപദ്രവിക്കപ്പെട്ട സമയത്ത് അവർ ഇത് ഇനി പറയാൻ പോകുന്ന കാര്യം നായ്ക്കമ്പറമ്പിൽ അച്ഛൻ എന്നോട് പറഞ്ഞാണ്. അവർ നായ്ക്കമ്പറമ്പിൽ അച്ഛനോട് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളെ കള്ളന്മാരെടുത്തിട്ട് ഇടിക്കുകയാണ്, ചങ്കത്തൊക്കെ കയറി ചവിട്ടുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോഷ്ടിക്കാൻ വരുന്നത് ആരാ? പിശാചാണ്. ഈ കാണിക്കുന്നതൊക്കെ പിശാചാണ്. അതുകൊണ്ട് നിങ്ങൾ വേറെ എന്തെല്ലാം ചെയ്താലും പിശാച് പോകത്തില്ല, യേശുവിൻ്റെ നാമം വിളിച്ചാലേ പോകത്തുള്ളൂ. അതുകൊണ്ട് യേശുവേ യേശുവേ എന്ന് വിളിക്കണം. കള്ളന്മാർ വരുമ്പോൾ യേശുവേ യേശുവേ എന്ന് വിളിക്കണം. അങ്ങനെ ആ നായ്ക്കമ്പറമ്പിലച്ഛൻ എന്നോട് ഒരു 4-5 അനുഭവം പറഞ്ഞു. യേശുവേ എന്ന് വിളിക്കുമ്പോൾ കള്ളന്മാർ ഓടിപ്പോകും. മനസ്സിലാവുന്നുണ്ടോ? വിളിക്കാതെ വായും പൂട്ടി ഇവിടെ ഇരുന്നു കേട്ടോ, എൻ്റെയൊക്കെ വീട്ടിൽ കള്ളന്മാർ കയറട്ടെ. മര്യാദ യേശു എന്ന് വിളിച്ചോണം, അല്ല കുരുമുളകെല്ലാം കള്ളം കൊണ്ടുപോകും, എൻ്റെ വാഴക്കൊലയും പിന്നെ ഷീറ്റും എല്ലാം കള്ളം കൊണ്ടു. പറഞ്ഞേ ഹല്ലേലൂയ. യേശു. അപ്പോൾ യേശുവേ, അച്ഛൻ പറഞ്ഞു യേശുവേ യേശുവേ എന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു മടത്തി കള്ളന്മാർ കയറി. സിസ്റ്റർമാർ ആരാ ടീമുകൾ പൈസ കൊടുക്കുന്ന സിസ്റ്റർമാർ പറഞ്ഞു, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ, ഞങ്ങൾക്ക് പോലും ഭക്ഷണത്തിനുള്ള പൈസ ഇല്ല. അന്നേരമാണ് കള്ളന്മാർക്ക് പൈസ കൊടുക്കുന്നത്. അവർ എന്ത് ചെയ്തു, നായ്ക്കമ്പറമ്പച്ചൻ പറഞ്ഞ പോലെ ഓടി ചെന്നിട്ട് പരിശുദ്ധമാരുടെ സക്കരാരിയുടെ അടുത്ത് പോയി, യേശുവേ 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 ഞങ്ങളെ രക്ഷിക്കണേ യേശുവേ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർമാർ. കള്ളന്മാർ എങ്ങോട്ട് ഓടിയെന്ന് അറിഞ്ഞുകൂടാ. അച്ഛന്മാരെല്ലാം ഇടിയും കൊണ്ട് സിസ്റ്റർമാർ താണ്ടെ നല്ല കാപ്പ ബിരിയാണിയൊക്കെ തിന്നോണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? യേശുവേ. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ആത്മഹത്യയുടെ പിന്നിൽ ആരാ? പറ. പിശാച്. കൊലപാതകത്തിന്റെ പിന്നിൽ പറ. അവിഹിത ബന്ധങ്ങളുടെ പുറകിൽ പിശാച്, അല്ലേ? കലഹത്തിന്റെ പിന്നിൽ പിശാച്, പാരവെപ്പിന്റെ പിന്നിൽ പിശാച്, ഭിന്നതയുടെ പിന്നിൽ പിശാച്. ഒരു സംശയം വേണ്ട, പിശാച്. വെളിപാട് 12:15 പറയാണ്, പിശാച് ഓടണമെങ്കിൽ 2 വഴി. പറയൂ. 1, കപ്പ ബിരിയാണിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞാടിൻ്റെ രക്തം. പറ. കുഞ്ഞാടിൻ്റെ രക്തം. ഇവിടെ സാക്ഷ്യത്തിൻ്റെ വചനം. ഈ 2 കാര്യങ്ങൾ. എന്താണ് കുഞ്ഞാടിൻ്റെ രക്തം, എന്താണ് സാക്ഷ്യത്തിൻ്റെ വചനം? ഇത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ വ്യാഖ്യാനമാണ് റോമർ 10:9. എന്താണ് കുഞ്ഞാടിൻ്റെ രക്തം, എന്താണ് സാക്ഷ്യത്തിൻ്റെ വചനം? റോമാലേഖനം 10-ാം അധ്യായം 9-ാം തിരുവചനം. വേഗം വായിക്കൂ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ. അപ്പൊ സാത്താനെതിരെ റോമർ 10:9 രക്ഷ പ്രാപിക്കാൻ 2 വഴി പറയുകയാണ്. 1, ഹൃദയത്തിൽ വിശ്വസിക്കണം. 2, അധരം കൊണ്ട് ഏറ്റുപറയണം. കുഞ്ഞാടിൻ്റെ രക്തം സമം. ശ്രദ്ധിക്കുക, കുഞ്ഞാടിൻ്റെ രക്തം സമം യേശു ക്രിസ്തു എനിക്ക് തന്നിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളിലും ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിലുള്ള വിശ്വാസം.
കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? യേശു എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തോ അതിലുള്ള വിശ്വാസം. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യേശു നമ്മളിലും നമ്മൾ യേശുവിലും, ഈ വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാവുക. അതില്ലെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ കിട്ടും, വേറെ ഒരു വഴിയില്ല. അതിപ്പോൾ അതൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാനാ? കരഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് വിശ്വാസം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കിട്ടും. അങ്ങനെ കിട്ടുമെന്നുള്ളതിന് എന്താ തെളിവ്? തെളിവാണത് 6 അടി പൊക്കത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു തരിമ്പ് വിശ്വാസം ഇല്ലായിരുന്നു, ഒരു തരിമ്പ് വിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ തന്നതാണ് ദൈവം വിശ്വാസം. അപ്പം അങ്ങ് ചോദിച്ചാൽ കിട്ടും, വിശ്വാസം കിട്ടും. അപ്പം അതുകൊണ്ട് യേശു ക്രിസ്തു നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം, അതെന്താണ്? കുഞ്ഞാടിൻ്റെ രക്തം. അപ്പം സാത്താൻ്റെ മേൽ വിജയം നേടാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ യേശു നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ വിശ്വസിക്കണം. എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ കൂടെ ആരുണ്ട്? യേശു ഉണ്ട്. യേശു പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ കൂടെ യേശു ഉണ്ട്. ഇത് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, സാക്ഷ്യത്തിൻ്റെ വചനം അതെന്താ? അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. കുറേയൊക്കെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും, അധരം കൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല. പ്രഖ്യാപിക്കുന്ന സമയത്താണ് ഞാൻ ഇന്നലെ പറഞ്ഞ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലുന്ന സമയത്ത്. ഇനി അത് പോട്ടെ, അതുകൂടാതെ തന്നെ എന്ത് ചെയ്യണം? വിശ്വാസം പ്രഖ്യാപിക്കണം. എങ്ങനെയാണ് പ്രഖ്യാപിക്കേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. പ്രഖ്യാപിക്കേണ്ടത് എങ്ങനെയെന്നറിയാമോ? പ്രഖ്യാപിക്കാനുള്ള എളുപ്പ വഴി ബൈബിളിലെ വിശ്വാസ വാഗ്ദാനങ്ങളടങ്ങുന്ന വചനങ്ങൾ കാണാതെ പഠിക്കുകയോ എഴുതി വെക്കുകയോ ചെയ്യണം. എങ്ങനെയാണ് പ്രഖ്യാപിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ബൈബിളിലെ വിശ്വാസ വാഗ്ദാനങ്ങളടങ്ങിയ വചനങ്ങൾ എഴുതി വെക്കുകയോ ഹൃദയസ്ഥമാക്കുകയോ ചെയ്യണം. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലിരുന്ന്, ജോലിസ്ഥലത്തിരുന്ന്, വഴിയിലിരുന്ന്, കവലയിലിരുന്ന് ഉറക്കെ പറയണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 2 കാര്യം, ഈ കൺവെൻഷൻ കഴിഞ്ഞിട്ട് മഹത്തായ മറ്റു പല കാര്യങ്ങളും പറയാൻ നേരം കിട്ടിയിട്ടില്ല. ഈ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഇത്രയെങ്കിലും ചെയ്യുക മിനിമം. എന്താ? ഒന്ന്, കർത്താവ് എനിക്ക് തന്നിട്ടുള്ള അമൂല്യമായ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് അത് ബൈബിൾ വായിച്ച് കണ്ടുപിടിക്കുക. മറ്റുള്ളവരുടെ അടുത്തുനിന്ന് കോപ്പി അടിച്ചെഴുതരുത്. മനസ്സിലായ? കോപ്പി അടിച്ചെഴുതരുത്. അതായത് പുസ്തകമുണ്ട്, എന്താണ്? രോഗത്തെ സംബന്ധിക്കുന്ന വചനങ്ങൾ, അത് അങ്ങനല്ല. നിങ്ങൾ വായിക്കണം. എപ്പോഴും ശ്രദ്ധിച്ചോണം, ബൈബിൾ നമ്മളോട് സംസാരിക്കുന്ന വചനമാണ് നമ്മളിൽ വിടുതലാവാൻ പോകുന്നത്. അല്ലാതെ വല്ലവരോട് സംസാരിച്ച വചനമല്ല, നമ്മളോട് അതിന് നമ്മൾ വായിക്കണം. സംസാരിക്കുമ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെറ്റേഴ്സ് ഇങ്ങനെ അതിരുന്ന് നമ്മളോട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ സംസാരിക്കുന്ന വചനങ്ങൾ എന്ത് ചെയ്യണം? അത് ഇരുന്ന് വായിച്ച്, ക്രമമായിട്ടിരുന്ന് വായിച്ച് കണ്ടുപിടിച്ചെഴുതണം. വല്ലയിടത്തുനിന്നും വല്ലവരും പറയുന്നത് കേട്ടിട്ട് പറഞ്ഞുകൊണ്ട് നടക്കരുത്. നമ്മൾ വായിക്കണം. ഇനി വല്ലവരും പറയുന്നത് കേട്ടാൽ നമ്മൾ നമ്മുടെ ബൈബിളിൽ നിന്ന് അത് വായിക്കണം, വായിച്ചിട്ട് പഠിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അത് പ്രഖ്യാപിക്കണം, അത് ഉറക്കെ പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കോമ്പസ് കുത്തിയിട്ട് ചോര കൊണ്ട് എഴുതിത്തരാം. എന്താണെന്നറിയാമോ? നിങ്ങൾ ഇത് ചെയ്തു തുടങ്ങിയാൽ ഒരു 15 ദിവസം കഴിയുന്നതിന് മുമ്പ്, 15 ദിവസം ഇതൊന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയാൽ ഒരു 15 ദിവസം കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് എന്നോട് പറയും. മനസ്സിലായോ? നിങ്ങൾ വണ്ടിക്കൂലി മുടക്കി, അല്ലാതെ നിങ്ങൾ വരാൻ പോകുന്നില്ല. നിങ്ങൾ അയ്യോ ഇത് ഈ അച്ഛനോടൊന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് പറയും. അതെനിക്ക് ഉറപ്പാണ്. ഇനി എന്നെ കണ്ടുകിട്ടില്ല, എവിടെങ്കിലും വെച്ച് കണ്ടുപിടിച്ച് നിങ്ങൾ എൻ്റെ അച്ഛാ ഇത് നടന്നു, ഞാൻ വിചാരിച്ചാൽ ഇത് നടക്കും, അതായത് എൻ്റെ ദൈവം ഭയങ്കര അത്ഭുതം ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. എൻ്റെ ഇത്രയും കാലത്തെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് മനുഷ്യനെതിരെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കുന്ന മനുഷ്യർക്കെതിരെയും, നമ്മളെ ഉപദ്രവിക്കുന്ന പിശാചിനെതിരെയും, നമ്മളെ ഉപദ്രവിക്കുന്ന സമ്പ്രദായങ്ങൾക്കെതിരെയും, സംവിധാനങ്ങൾക്കെതിരെയും, ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെതിരെയും എല്ലാം എടുത്തുപയോഗിക്കാൻ പറ്റിയ ദോഷമില്ലാത്തൊരായുധത്തിൻ്റെ പേരാണ് വചനം. അത് ഉറക്കെ പറയണം. പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പോൾ എന്ത് ചെയ്യുന്നറിയാം? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ചിട്ടയായിട്ട് ബൈബിൾ വായിക്കണം. ചിട്ടയായിട്ട് ഇരുന്ന് ചിട്ടയായിട്ട് ബൈബിൾ വായിക്കണം. വായിച്ചിട്ട് ഒരു ബുക്ക് വെക്കണം, ഒരു സെപ്പറേറ്റ് ഒരു ബുക്ക് വെക്കണം. എന്നിട്ട് നിങ്ങളോട് സംസാരിച്ചു എന്ന് തോന്നുന്നു. ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, പേന എടുത്തിട്ട് മൊത്തം വരയ്ക്കും. അങ്ങനെയൊന്നും വരയ്ക്കരുത്. ബൈബിൾ എടുത്ത് മൊത്തം, എന്നാൽ പിന്നെ വരയ്ക്കണ്ടായിരുന്നല്ലോ, മൊത്തം വരച്ചിരിക്കുകയാണ്. അത് നമ്മൾ പ്രധാനപ്പെട്ടൊക്കെയല്ലേ വരയ്ക്കുന്നത്. ഇത് മൊത്തം ആ മേളിൽ തൊട്ടേ ഇതാ, ഇത് എല്ലാം പ്രധാനപ്പെട്ട, ഇങ്ങനെ വരച്ച എല്ലാം പ്രധാനം. അപ്പം ഇതെല്ലാം പരീക്ഷയ്ക്ക് വരുമെന്ന് പറഞ്ഞ് മൊത്തം വരച്ചു. അങ്ങനെയല്ലത്. മനസ്സിരുത്തി വായിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഹൃദയം നൊന്ത് വേദനിച്ച് നീറുന്ന പ്രയാസത്തിൽ, ഈ ദൈവം, ഈ വചനം എന്നോടാണല്ലോ എന്ന് നമുക്ക് തോന്നും. അത് എഴുതി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അതിൻ്റെ അർത്ഥവും വ്യാകരണവും ഉൽപ്രേക്ഷയും ഉപമയൊന്നും നിങ്ങളിപ്പോൾ അറിയണ്ട. അയ്യോ എനിക്കിത് മനസ്സിലാവണമെന്ന് ഇപ്പോൾ എന്താ നിർബന്ധം? പതുക്കെ മനസ്സിലായിക്കോളും. ഇപ്പം കിടന്ന് വെപ്രാളൊന്നും പിടിക്കണ്ട. പതുക്കെ എല്ലാം മനസ്സിലാവും. ഇപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് ഇപ്പോൾ ഇത് എന്നോട് സംസാരിക്കുന്നു എന്ന് തോന്നിയാൽ ആ വചനം എഴുതി വെച്ചിട്ട് ആദ്യം ഇങ്ങനെ അങ്ങ് വായിച്ചോണം. ഇനി എനിക്ക് മനസ്സിലായ വേറൊരു വലിയ സത്യം ഞാൻ പറയട്ടെ. ഞാൻ ആരംഭകാലങ്ങളിൽ എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയതാണ്. അതായത് ബൈബിളിലെ അർത്ഥമുള്ളതും വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നതുമായ ചില വാക്യങ്ങൾക്ക് മാത്രമേ ശക്തിയുള്ളെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ കാലാന്തരത്തിൽ എനിക്ക് മനസ്സിലായി, ഇപ്പം ജോൺ പോൾ വംശാവലി പറഞ്ഞില്ലേ, വംശാവലി പറയുമ്പോൾ ആളുകൾ പരിശുദ്ധാത്മാവിലാവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ബൈബിളിലെ അവൻ ഗാസായിലുള്ള വഴിയിലേക്ക് പോയി, അതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വഴിയിലേക്ക് ഒരുത്തം പോയെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഗാസായിലുള്ള വഴിയിലേക്ക് അവൻ പോയി എന്ന് വായിക്കുന്ന ആ വചനത്തിനകത്ത് മനുഷ്യരെ ആത്മാവിലാക്കാനുള്ള ശക്തിയുണ്ടെന്ന് എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു. ബൈബിളിലെ ഒരു കുത്തും കോമയ്ക്ക് പോലും നിങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സെലക്ഷൻ ഒന്നും നിങ്ങളായിട്ട് ചെയ്യരുത്. ചിലപ്പോൾ ഭാഗ്യമായിട്ട് ആരോടെങ്കിലും പറയാൻ കൊള്ളാവുന്ന വചനമൊന്നും ആവില്ലത്. ചിലപ്പോൾ ആ വചനത്തിന് പ്രത്യേകിച്ച് നമുക്ക് പ്രസംഗിക്കാൻ പറ്റുന്ന വചനമൊന്നും ആവില്ലത്. പക്ഷെ നിങ്ങളോടത് സംസാരിക്കുന്നു എന്ന് തോന്നിയാൽ അത് ഏത് വചനാന്നൊന്നും നിങ്ങൾ നോക്കണ്ട, അത് എഴുതി വെക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നിട്ട് നിങ്ങൾ ആ വചനം ഹൃദയത്തിൽ വിശ്വസിച്ച് ഉറക്കെ പറയണം. ഉറക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഈ വചനം ആത്മീയ ആയുധങ്ങളുടെ കണക്ക് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ എല്ലാ ആയുധങ്ങളും ഇങ്ങോട്ട് വെട്ട് കൊള്ളാതിരിക്കാനുള്ള ആയുധങ്ങളാണ്. രക്ഷയുടെ പടത്തൊപ്പി, പിന്നെ എന്താണ് രക്ഷയുടെ പടത്തൊപ്പി, പിന്നെ വിശ്വാസത്തിൻ്റെ കവചം, പിന്നെ അങ്ങനെ കുറേ കാര്യം, പിന്നെ സമാധാന സുവിശേഷത്തിൻ്റെ സന്നദ്ധതയാകുന്ന പാദരക്ഷ, പിന്നെ ഈ ബെൽറ്റ്, അങ്ങനെ എല്ലാം ഒത്തിരി ഉണ്ട്. അത് വായിച്ചാൽ മതി, എഫേസോസ് 6 അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ആ ആയുധങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള ആയുധങ്ങളാണ്. ഒറ്റ ആയുധമുള്ള അങ്ങോട്ട് വെട്ടാന്താ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ. അങ്ങോട്ട് വെട്ടാൻ ഒറ്റ ആയുധം പറഞ്ഞിട്ടുള്ളൂ, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ. അതെടുക്കുക. അപ്പോൾ ഈ വചനം എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഉറക്കെ പ്രഖ്യാപിക്കണം. ഞാൻ ഒരു ഉദാഹരണത്തിന് 2-3 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയെന്നറിയാം? വേറെ പ്രത്യേകിച്ച് ഈ വചനത്തിൻ്റെ ശക്തിയാൽ അത്ഭുതം പ്രവർത്തിക്കണേ എന്നൊന്നും പറയണ്ട. ഈ വചനം ചുമ്മാ പറഞ്ഞാൽ മതി. അത് വിശ്വസിക്കണം, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ വിശ്വസിക്കണം. ഇതെൻ്റെ കർത്താവ് എനിക്ക് തന്ന വാഗ്ദാനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മുടെ റെമിജിയസ് പിതാവ് പറഞ്ഞു, പിതാവിന് വളരെ മനപ്രയാസം ഉണ്ടായിരുന്നൊരു സമയത്ത് പിതാവ് നിയമാവർത്തനം 33, 25, 27 ആവർത്തിച്ചു. എന്നാണ് ആ വചനം? നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും. ഇത് ദൈവം അരുളി ചെയ്ത വാക്കുകളാണ്. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. യശ്രൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി വിഹായസിലൂടെ മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം, താങ്ങുന്നത് അവൻ്റെ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും, സംഹരിക്കൂ അവിടുന്ന് പറയും. ഇത് വിശ്വസിച്ച ഒരു വ്യക്തി പ്രഖ്യാപിക്കണം, ഇങ്ങനെ പറയണം, ഇങ്ങനെ ഉറക്കെ പറയണം. അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് ഞങ്ങളുടെ പ്രത്യാശ. ഇതിങ്ങനെ വെറുതെ പറയണം. പറയുമ്പോണ്ടല്ലോ ഈ ഇരുട്ട് മുമ്പിൽ നിന്ന് മാറാൻ തുടങ്ങും. ലോകത്ത് വേറെ ഒരു ഗ്രന്ഥത്തിനും ഇങ്ങനെ നിങ്ങളുടെ തലവര തിരുത്തി എഴുതാനുള്ള ശക്തിയില്ല. ഒരു സംശയം വേണ്ട. ജീവിതങ്ങളെ മാറ്റിമറിച്ചത്, ജീവിതത്തിൽ, അതായത് വീട്ടുകാർക്ക് വേണ്ടാതെ, നാട്ടുകാർക്ക് വേണ്ടാതെ, കൂടിനും കുടുംബത്തിനും കുലത്തിനും വേണ്ടാതെ ഇങ്ങനെ അന്യരാക്കപ്പെട്ട് സമൂഹത്തിൻ്റെ വിളിമ്പിലേക്ക് വലിച്ചെറിയപ്പെട്ട പതിത ജന്മങ്ങളെ, പടുജന്മങ്ങളെ, പാവപ്പെട്ടവരെ
ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ കുപ്പത്തൊട്ടിയിലേക്ക് നിർദാക്ഷിണ്യം വലിച്ചെറിയപ്പെട്ട മനുഷ്യരെ ജീവിതത്തിൻ്റെ നേർമധ്യത്തിലേക്ക്, ജീവിതത്തിൻ്റെ മധ്യമാർഗത്തിലേക്ക്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തലയുയർത്തി നിർത്തിയ സനാതനമായ ദൈവവചനമെന്ന ബൈബിൾ എന്ന ഏക ഗ്രന്ഥത്തിനെ മനുഷ്യൻ്റെ തലവര മാറ്റാൻ പറ്റൂ. വേറൊരു ഗ്രന്ഥത്തിന് അതിനുള്ള കഴിവില്ല. ഇല്ല ഇല്ല ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അത് ടേക്ക് അപ്പ് യുവർ ബുക്ക് ആൻഡ് റീഡ്. അത് വായിക്ക്, മനസ്സിരുത്തി വായിക്ക്. അത് ജീവിതത്തെ തിരുത്തും, മനുഷ്യരെ മാറ്റിമറിക്കും. ഞാൻ ഈ യാത്രക്കിടയിൽ 10,000 മനുഷ്യരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ബൈബിള് വായിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്, ഞങ്ങൾ ബൈബിൾ കയ്യിലെടുത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം വലിയ അത്ഭുതം പ്രവർത്തിക്കും. അതുകൊണ്ട് നമുക്ക് നിത്യതയെക്കുറിച്ച് വലിയ സന്തോഷം കിട്ടും, ആത്മീയ മാത്രമല്ല, ഈ കുർബാനയ്ക്കൊക്കെ വന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പരിശുദ്ധ കുർബാന ഒരു ആനന്ദദായകമായ അനുഭവമായിട്ട് മാറും. ഓരോ കുർബാനയിലും വന്ന് നിൽക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് മലങ്കരക്കാർ, കർത്താവേ നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദിസ നൽകിയ യോഹന്നാൻ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണം. അന്നൊരു പ്രാർത്ഥനയില്ലേ? ഏതാ പ്രാർത്ഥന? സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പം നിങ്ങളെ കൊണ്ട് ചൊല്ലിച്ചാൽ നിങ്ങളിത് തെറ്റിക്കും, ഉറപ്പാ. പ്രവചനോ അല്ലെങ്കിൽ ചൊല്ലി നോക്ക്. ഞരങ്ങാനല്ല പറഞ്ഞേ, ചൊല്ലാൻ. തെറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് 2 വരി കഴിഞ്ഞപ്പോൾ അതൊക്കെ നിർത്തി. എല്ലാം ചൊല്ലിയോ? പിന്നെ തെറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ എവിടെല്ലാം ഇത് ചൊല്ലിച്ചിട്ടുണ്ടോ അവിടെല്ലാം ഇത് തെറ്റിയിട്ട് ആളുകൾ പകുതി കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുക. എന്താ കാര്യം എന്നറിയാമോ? ഇത്തിരി നേരം കഴിയുമ്പോൾ ഇത് വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു പകുതി ഭാഗമായിട്ട് കൂട്ടിച്ചേർത്ത് അങ്ങോട്ടങ്ങ് പോകും. പിന്നെ വാറയ്ക്ക് 3 സവം കലസ് പറഞ്ഞ് അവസാനിപ്പിക്കും. പോട്ടെ, എന്തുമാട്ടെ, ഇനി അടുത്ത പ്രാവശ്യം പള്ളിയിൽ നിന്ന് ചൊല്ലുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട് വചനവും രാജാവുമായ എൻ്റെ കർത്താവേ ഞാൻ നിന്നെ സ്തുതിക്കും. ഇത് യേശുവിനെ ഒരു ദൈവ പൈതൽ പരിശുദ്ധ കുർബാനയിൽ ആ തിരശ്ശീല മാറ്റി അച്ഛൻ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്. അനൗൺസ്മെൻറ്റ് എന്തെന്നറിയാമോ? ഇതാ 2 സന്തോഷ വാർത്തകൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അനൗൺസ്മെൻ്റ് അതാണ്. നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ മാമോദീസ. ഈ 2 സംഭവങ്ങളാണ് രക്ഷകൻ ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ട എപ്പിഫനി. 2 സംഭവങ്ങൾ, രക്ഷകനെ ലോകത്തിന് മറനീക്കി കാണിച്ചു കൊടുത്ത 2 സംഭവങ്ങളാണ്. ഒന്ന് യേശുവിൻ്റെ മനുഷ്യാവതാരം, കാലിത്തൊഴുത്തിലെ ജനനം. 2 യേശുവിൻ്റെ മാമോദീസ. അപ്പം ഇതാണ് അച്ഛൻ പ്രഖ്യാപിക്കുന്നത്. ഈ സെൻറ്റർ ഒരു പ്രാർത്ഥനയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് വലിയ വെളിവൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഇതാണ് അച്ഛൻ പ്രഖ്യാപിക്കുന്നത്. എന്താണ്? നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നെ. അപ്പോൾ യേശുവിൻ്റെ മാമോദീസായും യേശുവിൻ്റെ ജനനവും മാമോദീസായും പ്രഖ്യാപിക്കപ്പെട്ട് കഴിയുമ്പോൾ, അതാണ് തിരശ്ശീല മാറ്റി യേശു ജനിച്ചു, അവിടുന്ന് മാമോദീസ സ്വീകരിച്ച് പരസ്യജീവിതം ആരംഭിച്ചു. ഇതാ നമുക്കിടയിലേക്ക് അവിടുന്ന് ഇറങ്ങി വന്നു. ഈ അറിയിപ്പാണ് പുരോഹിതൻ അവിടെ നടത്തിയത്. ആ സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന യേശുവിനെ ദൈവജനം പരിശുദ്ധ കുർബാനയിൽ ആരാധിക്കുന്ന പ്രാർത്ഥനയാണ് സ്വഭാവപ്രകാരം മരണമില്ലാത്തവന്. ഇനി നാളെ മുതൽ കുർബാന അർപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ യേശു എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ യേശുവിനെ ആരാധിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് കണ്ടിട്ട് ആ പ്രാർത്ഥന ചൊല്ലിയാൽ നിങ്ങളുടെ ചങ്ക് നുറുങ്ങും, കണ്ണ് നിറയും. വചനവും രാജാവുമായ എൻ്റെ കർത്താവേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം പടയും. നിങ്ങൾക്കത് നിങ്ങൾ ആത്മാവിൻ്റെ വലിയൊരു സംഭവം അപ്പം തന്നെ തുറക്കപ്പെടും. അത് കഴിഞ്ഞിട്ടാണ് മലങ്കരക്കാരൻ എന്ത് പ്രാർത്ഥിക്കുന്നറിയോ? ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ആരാധിച്ചിട്ട് ആ കർത്താവിനോട് നമ്മൾ പറയാണ്, ദൈവമേ എന്നെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന യേശുവേ. ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഇത് ആരോടുള്ള പ്രാർത്ഥനയാണ്? പിതാവിനോടുള്ള പ്രാർത്ഥനയാണോ? പുത്രനോടുള്ള പ്രാർത്ഥനയോ? പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാണോ? ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ല. ആ പ്രാർത്ഥന പിതാവിനോടുള്ള പ്രാർത്ഥനയാണോ? പുത്രനോടുള്ള പ്രാർത്ഥനയാണോ? ആരോടാ? ഏതായാലും ഒരു തീരുമാനത്തിൽ എത്ത്. ഞാൻ കേട്ടത് പിത്രൻ എന്നാ. ഇപ്പം പുത്രനോടാണോ?
അതെ, പുത്രനോടാണ് കേട്ടോ. കുരിശിക്കപ്പെട്ടത് ആരാ? പുത്രനാണ്. അപ്പോൾ ഇത് യേശുവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണത്. നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന യേശുവിനോട് പറയുന്നത്, നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ. കണ്ടോ? അപ്പോൾ ആരാധിക്കുകയാണ്, ആ സമയത്ത് ആരാധിക്കുകയാണ്. അങ്ങനെ കർത്താവിനെ ആരാധിക്കുന്ന, ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധമായ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ, എല്ലാം പറയാൻ നേരമില്ല. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയേ, നമ്മളങ്ങനെ ആ കർത്താവ് നമ്മുടെ കൂടെ ആ കർത്താവിനെ, ഈ സാക്ഷ്യത്തിൻ്റെ വചനം പറയണം. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വചനം എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വചനങ്ങൾ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ഇരുട്ട് മാറി 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 പോകും. എഴുന്നേറ്റ്